തോമസ് സാറേ, നമ്മുടെ എല്ലാ ഡിസ്കോഴ്സിലും നമ്മൾ ആദ്യം പ്രയോഗിക്കുന്നൊരു വാക്ക് ഫലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ എന്നാണ്. ഒടുവിലത്തെ വാർത്തകൾ സൂചിപ്പിക്കുന്നത് അധികകാലം ഇങ്ങനെ ഈ രണ്ട് വാക്ക് ചേർത്ത്, രണ്ട് ഇരട്ടപ്പദങ്ങൾ ചേർത്ത് പറയേണ്ടി വരില്ല എന്നാണ്. കാരണം ഫലസ്തീൻ എന്നൊരു എൻറ്റിറ്റി അധികം വൈകാതെ ഭൂമുഖത്ത് ഇല്ലാതാകും എന്ന് സൂചിപ്പിക്കുന്ന വാർത്തകളല്ലേ ഒടുവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? സാർ എങ്ങനെയാണ് ഒരു ഇൻ്റർനാഷണൽ ഒബ്സർവർ എന്ന നിലക്ക് സാർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഫലത്തിൽ ഇപ്പം അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ആക്രമണം പലതും നടക്കുന്നുണ്ട് ഇസ്രായേലിനെതിരെ. ഉദാഹരണത്തിന് ഇറാഖ് ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇറാഖ് കുറേ മിസൈൽസ് വിട്ടിട്ടുണ്ട്. അത് ഇസ്രായേലിൻ്റെ എയിലൈത്ത് എന്ന് പറയുന്ന സിറ്റിയിലേക്കാണ് വിട്ടിരിക്കുന്നത്. കുറേ വെപ്പൺസ് മിസൈൽസ് വിട്ടിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഹിസ്ബുള്ള ഇപ്പോൾ ഗലീലി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കുറേ മിസൈൽസ് വിട്ടിട്ടുണ്ട്. ഈ ആക്രമണങ്ങളൊക്കെ ഇസ്രായേലിനെതിരെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരു വശത്ത്. പക്ഷേ ആ ആക്രമണത്തിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ രണ്ട് സാധനവും ഇപ്പോൾ ഇസ്ലാമിക് ഇറാഖിൽ നിന്ന് ആക്രമിച്ച സംഘടനയുടെ പേര് അത് ഒരു ഷിയ ഔട്ട്ഫിറ്റാണ്. അതെ, ഷിയ മിലിറ്റൻ്റ് ഔട്ട്ഫിറ്റാണ്. അതെ അതെ. ഹിസ്ബുള്ള അതാണ്, സെയിമാണ്. അവരാണിപ്പോൾ ലെബനോൺ കേന്ദ്രീകരിച്ച് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറാഖ് കേന്ദ്രീകരിച്ചും ലെബനോൺ കേന്ദ്രീകരിച്ചും ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷിയ തീവ്രവാദികളാണ്, ഷിയ ഭീകരവാദികളാണ്. ഈ സുന്നി ഭീകരവാദികൾ IS ഉൾപ്പെടെയുള്ളവർ ഏതാണ്ട് ആയുധം വെച്ച് ആ ആക്രമണത്തിന് ഒരു അറുതി വരുത്തിയിട്ടുണ്ട്. മാത്രമല്ല അവരുടെ രക്ഷിതാക്കൾ, അവരുടെ ഗാർഡിയൻസ് എന്ന് പറയുന്ന അറബ് വേൾഡാണ്. അവരേതാണ്ട് ഇസ്രായേലിനോടുള്ള പകയും ശത്രുതയും ഏതാണ്ട് അവസാനിപ്പിച്ച മട്ടാണ്. അവർക്കിനി ഇസ്രായേലിനോട് രണ്ട് കാരണത്താൽ, ഒന്ന് ഇസ്രായേലിനോട് പൊരുതാനുള്ള ഒരു വീര്യം ശക്തിയും ഒക്കെ കുറവാണ്. രണ്ട്, ഇസ്രായേലിൻ്റെ വളർച്ചയിൽ, ഇസ്രായേലിൻ്റെ ശാസ്ത്ര സാങ്കേതിക വളർച്ചയിൽ, എൻജിനീയറിംഗ് വളർച്ചയിൽ ഇവർക്കൊക്കെ ഗുണഭോക്താക്കളുമാണ്. ഇസ്രായേലിനെ ആവശ്യമുണ്ട്, ഇവർക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഒടുവിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഷിയ തീവ്രവാദം ഒരുപക്ഷെ ഇറാൻ്റെ പിന്തുണയുണ്ടാവും. ഇറാൻ്റെ പിന്തുണയോടുകൂടി ലെബനോണിൻ്റെ പിന്തുണയുണ്ടാവും. ഇറാൻ്റെയും ഇപ്പോൾ ഇറാഖിൻ്റെയും പിന്നെ ഇറാഖിൽ വളരെ പ്രബലമായ രണ്ട് വിഭാഗങ്ങളാണല്ലോ. ഷിയാക്കൾ ഗണ്യമായുള്ള ഒരു നാടാണ്. അപ്പോൾ ഇറാഖിലെ ഷിയ തീവ്രവാദികളും ഇറാനിലെ തീവ്രവാദികളും പ്ലസ് ലെബനോൺ കേന്ദ്രീകരിച്ചുള്ള ഹിസ്ബുള്ള ഷിയ തീവ്രവാദികളും, ഈ മൂന്ന് കൂട്ടരും നടത്തുന്നത് അവസാനത്തെ ഒരുപക്ഷെ ഏറ്റവും ഈ ചാവേറുകൾ എന്ന് പറഞ്ഞിട്ടുള്ള പോരാട്ടം ഷിയാക്കളുടെ പക്ഷത്ത് വളരെ കൂടുതലാണ്. അവരതിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് അവരുടെ ഒരു പോരാട്ടം ശക്തിപ്പെട്ടു എന്ന് കാണുന്നത് കൂടി നമ്മളെ തുടക്കത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റിന് ഉപോത്ബലകമാണ്. കാരണം ഇവർ ഇതിൻ്റെ അന്ത്യം കാണുന്നുണ്ട്. ഈ കെടാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുക എന്ന് പറയുന്നത് മാത്രമല്ല, അവസാനമായി അതാവാനാണ് സാധ്യത. മാത്രമല്ല ഈ പോരാട്ടത്തിൽ ഇപ്പോഴെങ്കിലും അവസാനമായി ഒന്ന് ചാവേറായില്ലെങ്കിൽ ഇതിൽ ഇനി രക്തസാക്ഷിയാവാനുള്ള അവസരം കുറയും. കാരണം ആ പോര് ഏതാണ്ട് ഏകപക്ഷീയമായി തീരുകയാണ്. ഇനി വാറ് നടക്കുന്നു. ഇപ്പോൾ ഗാസയിൽ നിന്ന് കുറച്ച് തീവ്രവാദികൾ പോയിട്ട് കഴിഞ്ഞ കൊല്ലം അവിടെ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി അതിക്രമം കാണിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ അതിനുശേഷം ഏകപക്ഷീയമായി ഇസ്രായേൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് കൊന്നും പിടിച്ചവർ വളരെ സിമ്പിളാണ്. അവർക്കിപ്പോൾ ഈ ആദ്യം തുടക്കത്തിൽ നമ്മൾ ധരിച്ചത് ഹമാസ് തീവ്രവാദികളെ പിടിച്ചെടുക്കാൻ വേണ്ടി അവിടുത്തെ ബന്ദികളുണ്ട്. ഈ ഹമാസ് ബന്ദികളാക്കി വെച്ച ജൂത പൗരന്മാരെ മോചിപ്പിച്ചെടുത്ത് ഇസ്രായേലിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ധരിച്ചത്. അങ്ങനെയല്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് വാർത്ത കാണിക്കുന്നത്, ഇന്നലത്തെ മാത്രം വാർത്ത കാണുന്നത്, ഇപ്പോൾ 3000-ലേറെ ഏക്കർ ഭൂമി, 3138 ഏക്കർ 3138 വെസ്റ്റ് ബാങ്കിലാണ്. അത് നമ്മൾ ഓർക്കണം. ഇപ്പോൾ ഇത് പറഞ്ഞു ഭൂമി പിടിച്ചെടുക്കുന്നു. ആ ഭൂമി വെറുതെ പിടിച്ചെടുത്തിട്ട് പോരുകയല്ല. അവിടെ ഈ ഹമാസ് ബന്ദികളാക്കിയ ജൂതന്മാരെ മോചിപ്പിച്ചിട്ട് ഇസ്രായേലിലേക്ക് കൊണ്ടുവരികയല്ല. പകരം 50,000 ജൂതന്മാരെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുപോയി വെസ്റ്റ് ബാങ്കിൽ കുടിയിരുത്തി പാർപ്പിക്കുകയാണ്. ഇത് ഞങ്ങളുടേതാണ്, ഇനി ഇതാണ് നിങ്ങളുടെ നാട്, നിങ്ങളെയും ഈ പ്രദേശവും കൂടി ഞങ്ങളുടെ ഇസ്രായേലിൻ്റെ ഭാഗമാണെന്ന് തെളിയിക്കുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. ഇതുവരെ സീസ് ഫയർ ലോകത്തിലെ ഒന്നാംകിട രാജ്യങ്ങളൊന്നും പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. യുദ്ധം നിർത്താൻ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല, മധ്യസ്ഥത്തിന് നടത്തിയ എല്ലാ ശ്രമങ്ങളെയും ഇവർ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ഏകപക്ഷീയമായ ഒരു അധിനിവേശത്തിലൂടെ, ഏകപക്ഷീയമായൊരു പടയോട്ടത്തിലൂടെ ഇസ്രായേൽ ഫലസ്തീനെ ഫിനിഷ് ചെയ്യാൻ പോകുന്നു എന്ന മെസ്സേജ് അല്ലേ നമ്മൾ വായിക്കേണ്ടത്? അത് മാത്രമല്ല, ഇപ്പോൾ ഇസ്രായേലായിട്ട് ഏറ്റുമുട്ടുന്നത് ഈ ഷിയ മാത്രം എന്നുള്ളൊരു ലെവലിലേക്ക് അവർ മാത്രമായി. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ ഷിയാക്കൾ പൊരുതി മരിക്കാനായി. അത് ഇന്നും ഇന്നലെയല്ല സാറേ. അവർക്ക്
ജീവിക്കാനല്ല സംഘടന, ജീവിക്കാനല്ല പൊളിറ്റിക്സ്, ജീവിക്കാനല്ല വിശ്വാസം. സത്യത്തിൽ മനുഷ്യനെ ധാർമ്മികതയുള്ള മനുഷ്യനാക്കി ജീവിപ്പിക്കാനാണല്ലോ വിശ്വാസം. ജീവിതം കരുപ്പിടിപ്പിക്കാനും പരസ്പരം സഹായിക്കാനുമാണല്ലോ സംഘടന. അങ്ങനെ മെച്ചപ്പെട്ട ഒരു സംഘടനയുടെ മാതൃക ഉണ്ടാക്കാനാണല്ലോ ഒരു രാഷ്ട്രം. ഷിയാക്കൾക്ക് ഇതൊന്നുമല്ല. ഷിയാക്കൾ 7-ാം നൂറ്റാണ്ട് തൊട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ചാവേറുകളാവുക എന്നുള്ളതാണ്. എന്നിട്ട് ഇഹലോകം വേണ്ട. അത് അവർക്ക് അലിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിലൊരു അതിൻ്റെ പകയാണ്. അല്ലെ രക്ഷിക്കാനല്ല, അലിയെ 1-ാം ഖലീഫയായി പ്രവാചകന് ശേഷം യഥാർത്ഥത്തിൽ ഇസ്ലാമിക ലോകത്തെ ഭരണാധികാരി, ഖലീഫ എന്നാണല്ലോ വിളിക്കുക, ദൈവത്തിൻ്റെ പ്രതിനിധി എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഖലീഫ ആകേണ്ടിയിരുന്നത്. ഇപ്പോൾ പ്രോഫറ്റ് ഒരാളല്ലേ, അവസാനത്തെ പ്രോഫറ്റ്. പിന്നെ പ്രോഫറ്റ് ഇല്ല. പിന്നെ ഭരിക്കുന്നവരൊക്കെ ഈ പ്രതിനിധികളാണ്, ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്, ദൈവത്തിൻ്റെ ദൂതന്മാരല്ല. അപ്പം അങ്ങനെ ആവേണ്ടിയിരുന്ന ആദ്യത്തെ ആൾ അലിയ എന്നുള്ള തർക്കം. അതുകൊണ്ടാണ്. പക്ഷേ അബൂക്കറായി ആദ്യത്തെ ആൾ, രണ്ടാമത്തേത് ഉമറായി, മൂന്നാമത്തേത് ഉസ്മാനായി. അപ്പോഴൊക്കെ ഈ പകയും വിദ്വേഷവും നിലനിന്ന് ഒരുപാട് യുദ്ധങ്ങൾ, മുസ്ലിങ്ങൾ തന്നെ രണ്ട് പക്ഷത്തു നിന്ന് വലിയ യുദ്ധങ്ങളുണ്ടായി. ജമൽ യുദ്ധം ഇവരുടെ പ്രധാന ഒരു ഫീസ്റ്റ് അല്ലേ നമ്മുടെ മുഹറം. അത് ആണ് പിന്നീട് അത് സുന്നികളത് ആഘോഷിക്കില്ലേ? സുന്നികൾ ആഘോഷിക്കൂല, ഇവരാണ് ആഘോഷിക്കുന്നത്. മാത്രമല്ല ഇത് ആത്മപീഡയുടെ ഉത്സവമാണ് സാറേ, ആത്മപീഡയാണ്. കാരണം പ്രവാചകന്റെ കുടുംബത്തിൽ ഇപ്പം അലിയുടെ മക്കൾ ഹസൻ, ഹുസൈൻ, ഈ അലിയുടെ കുടുംബത്തെ പൂർണ്ണമായും യൂഫ്രട്ടീസ് തീരത്ത് വെച്ചിട്ട് സുന്നി ഭരണകൂടത്തിൻ്റെ അന്നത്തെ രാജാവ് യസീദ് എന്ന രാജാവ് സൈന്യത്തെ അയച്ച് ഈ ഇറാഖിലെ കൂഫയിൽ വെച്ചിട്ട് ഈ യൂഫ്രട്ടീസ് തീരത്ത് വെച്ച് കണ്ടാൽ ഷൂട്ട് അറ്റ് സൈറ്റാണ്. അത് ശരി. അത് കൂട്ടക്കൊല ചെയ്തതിൻ്റെ ഓർമ്മയാണ് ഈ മുഹറം 10. നമുക്ക് മുഹറം ഒരു പബ്ലിക് ഹോളിഡേ ആണല്ലോ അതെ ഇന്ത്യയിൽ. പക്ഷേ 90% മുസ്ലിംസ് ഉള്ള രാജ്യമാണ് ഈജിപ്റ്റ്. ഓൾമോസ്റ്റ് 100% മുസ്ലിംസ് ഉള്ള രാജ്യമാണ് ലിബിയ. ഇവിടെ രണ്ടിടത്തും ഹോളിഡേ അല്ല, വർക്കിംഗ് ഡേ ആണ്. വർക്കിംഗ് ഡേ ആയിരിക്കും. കാരണം മുഹറം നമുക്ക് പിന്നെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, നമ്മൾ എല്ലാ വിശ്വാസത്തെയും നല്ലതോ ചീത്തയോ ആയ ഓർമ്മയാകട്ടെ അതിനെയൊക്കെ ആദരിക്കുക എന്ന് പറയുന്ന ഏർപ്പാടുണ്ടല്ലോ. മുഹറം ഒരു നല്ല ഓർമ്മയല്ല, പക്ഷേ അത് ഭീകരമായൊരു ദുരന്തത്തിൻ്റെ ഓർമ്മയാണ്. ഒരു ജനതയെ, അവരുടെ തന്നെ സഹോദരന്മാർ, ഇസ്ലാമിക സമൂഹം തന്നെ, ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഭരണാധികാരി, ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഗവർണർ യസീദ് ഭരണാധികാരി നേരിട്ട് ചെന്ന് ഇസ്ലാമിക സമൂഹത്തിലെ തന്നെ പ്രവാചകൻ്റെ കുടുംബത്തെ കൂട്ടക്കൊല ചെയ്ത് നശിപ്പിച്ചൊരു ഓർമ്മയാണ്. മാത്രമല്ല ഇപ്പോൾ ഈ സുന്നി രാഷ്ട്രങ്ങൾ ഷിയകളെ തീരെ ഉപേക്ഷിച്ച മട്ടാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിലനിൽപ്പിന്, പക്ഷേ അതിൽ രാഷ്ട്രരൂപങ്ങൾ പതുക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇവരൊക്കെ ആയിട്ട് കരാറുണ്ടാക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ കണ്ട ചില വാർത്തകൾ കണ്ടില്ലേ, ഇറാൻ പോയി സൗദി അറേബ്യയോട് കരാറുണ്ടാക്കിയിട്ടുണ്ട്, ഇറാൻ ഈവൻ അമേരിക്കയോട് കരാറുണ്ടാക്കിയിട്ടുണ്ട്. ലോകത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ അമേരിക്കയോട് എന്നും യാങ്കികൾ, നാശം എന്ന് പറഞ്ഞിട്ട് എന്നും ആയത്തുള്ള ഖൊമേനി ദി ഗ്രേറ്റ് സൈറ്റൻ ആയിരുന്നല്ലോ ഇങ്ങനെ പറഞ്ഞു, ഈ അമേരിക്കനും പറഞ്ഞിരുന്നു. അതെ സാത്താനാണ്. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് മാറുന്നുണ്ട്, അവർക്കും യാഥാർത്ഥ്യബോധം വരുന്നുണ്ട്. കാരണം ഒരു രാഷ്ട്രരൂപം പ്രാപിച്ചാലാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുക. ഈ അക്രമവും എന്നും ഈ ബോംബും വാളും വെട്ടും കുത്തുമായിട്ട് നടന്നാൽ, ഈ ചോരയും തീയുമായിട്ട് നടന്നാൽ എത്ര കാലം പോകുമെന്ന ചോദ്യമുണ്ട്. അതായത് ഇപ്പോൾ ഈ സുന്നി കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ നിന്നും, ഹമാസിൽ നിന്നും, ഹൂത്തിയിൽ നിന്നും, അതേപോലെ ഹെസ്ബുള്ളയിൽ നിന്നൊക്കെ അവർക്ക് സേഫ്റ്റി വേണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കണമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ആണ്. അവർ സമാധാനമേ വേണ്ടാൻ തീരുമാനിച്ചവരാണ്. ഭൂമിയിൽ സമാധാനം ആവശ്യമില്ല, ഷഹാദത്താണ് വേണ്ടത്. എന്നുവെച്ചാൽ പീസല്ല, ഈ മാർട്ടിയർ അതാണ് വേണ്ടത്. രക്തസാക്ഷിയാവുക എന്നത് പരമലക്ഷ്യമായി തീർന്നാൽ ഇഹലോകത്ത് ജീവിതം ഉണ്ടാവില്ല, ജീവിതത്തിന് സമാധാനം ആവശ്യം ഉണ്ടാവില്ല. അതാണ് സംഭവിക്കുന്നത്. മാത്രമല്ല ഈജിപ്റ്റ്, UAE, സൗദി അറേബ്യയൊക്കെ ഇസ്രായേലായിട്ട് ഇടപെട്ടോടത്തോളം ആ ഇടപെടലിനെ പറ്റി അവർ ഹാപ്പിയാണെന്ന് തോന്നുന്നു. അവർ ഹാപ്പിയാണ്. മാത്രമല്ല സൗദി അറേബ്യയിലൊക്കെ ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ ഈ വലിയ ഭീകരമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ വലിയ കരാറുകൾ, ഹ്യൂജായിട്ടുള്ള എമൗണ്ടിൻ്റെ കരാറുകൾ മുഴുവനും നല്ല കരാറുകളൊക്കെ എടുത്തിട്ടുള്ള ഇസ്രായേൽ കമ്പനികളാണ്. അവരുടെ എഞ്ചിനീയറിങ്ങിൽ വിശ്വാസമുണ്ട്. മാത്രമല്ല അവിടെ സ്പൈ വർക്കിൽ അതിലും വിശ്വാസമുണ്ട്. മൊസാദിൻ്റെ സൗദി അറേബ്യക്കെതിരായിട്ട് വലിയ വർക്ക് നടത്തിക്കൊണ്ടിരുന്ന എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, ആ ഒരു വാഷിങ്ടൺ പോസ്റ്റിൻ്റെ ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ജമാൽ ഖഷോഗിയെ അവിടെ നിന്ന് അബ്സ്കോണ്ടിങ് ആയി ലോകം മുഴുവൻ തെരഞ്ഞു നടന്നിട്ട് കണ്ടുപിടിക്കാനുള്ള കരാർ കൊടുത്ത് ഇവർക്കാണ്, മൊസാദിനാണ്. അവരാണ് കണ്ടുപിടിച്ചു കൊടുത്തത്. തുർക്കിയിലുണ്ട് എന്ന് കണ്ടുപിടിച്ചു, അവിടെ വെച്ച് കൊന്നുകളഞ്ഞു.
അങ്ങേര് അവിടെ ഒരാൾ ഒരു വിവാഹം ഉറപ്പിക്കേണ്ടോ എന്തോ ആവശ്യത്തിന് വേണ്ടി പോയതാ. വിവാഹം ഉറപ്പിക്കാനാണ്. അവിടെ നിന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ കോൺസുലേറ്റിൽ നിന്ന് രേഖ വേണമല്ലോ. ആ ദിവസം അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ന സമയത്ത് അദ്ദേഹം അവിടെ വന്നിരിക്കുന്നുള്ള വിവരം മൊസാദ് കൊടുത്തു. സ്പെഷ്യൽ വിമാനത്തിൽ കൊലയാളികളെ അയച്ചു, കൊന്നിട്ട് കോൺസെൻട്രേറ്റഡ് ആസിഡിൽ ലയിപ്പിച്ച് കളഞ്ഞു. ഒരു അസ്ഥി കഷ്ണം പോലും കണ്ടു കിട്ടാത്ത വിധത്തിൽ ഇസ്താൻബുളിലെ ഗട്ടറിൽ ഒഴുകിപ്പോയി ജമാൽ ഖഷോഗി. തുല്യതയില്ലാത്ത അക്രമമാണ്. അതിപ്പോൾ അറേബ്യ ചെയ്താലും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം അവർ രക്ഷാപ്രവർത്തനമാണ്. പിണറായി പറഞ്ഞ പോലെ രക്ഷാപ്രവർത്തനമാണുള്ളത്. അതാണ് എൻ്റെ കാര്യം. ഉണ്ട് രക്ഷാപ്രവർത്തനം. ഉണ്ട് രക്ഷാപ്രവർത്തനം. ഇതിലിപ്പോൾ സാർ നമ്മൾക്ക് ഇത് അവിടെ ഒരു കോച്ചിങ് കൊടുക്കാൻ പിണറായി വിജയൻ പോകേണ്ടത്. തീർച്ചയായിട്ടും അവർക്ക് കോച്ചിങ് കൊടുക്കേണ്ടതാണ്. ഇതിൽ ഒരു കാര്യം കൂടി ഇപ്പോൾ ഈ ഷിയാക്കളുടെ ഈ പ്രത്യാക്രമണം, ഹമാസിൻ്റെ ഈ അവിവേകമില്ലാത്ത പ്രവൃത്തി, അതുകൊണ്ട് ഇല്ലാതാവുന്നത് സ്വന്തം നാടാണ്. എന്തിനു വേണ്ടിയാണോ കഴിഞ്ഞ 100 കൊല്ലമായി അവർ ലോകം മുഴുവൻ പൊരുതിക്കൊണ്ടിരുന്നത്, ലോകരാഷ്ട്രീയത്തിലെ പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ടയായിരുന്ന ഫലസ്തീൻ എന്ന വിഷയം എന്നേക്കുമായി ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാവാൻ കാരണക്കാരാകുന്നത് ഇവരൊക്കെ തന്നെയാണ്. അതാണ് സംഭവിക്കുന്നത്. അറബ് രാജ്യങ്ങൾ ആദ്യം അവരുടെ അവിവേകവും അവരുടെ ബുദ്ധിശൂന്യതയും പങ്കുവഹിച്ചു. വേണ്ട നേരത്ത് കരാറുകൾ ഒപ്പിട്ട് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുമ്പിൽ ഇസ്രായേൽ പോലെ ഒരു രാജ്യത്തിൻ്റെ അംഗീകാരം നേടിയെടുക്കാൻ ഫലസ്തീൻ രാജ്യത്തിന് യോഗമുണ്ടായില്ല. അത് മനസ്സ് കാണിച്ചില്ല. ഇന്നിപ്പോൾ അവിടുന്ന് കാര്യങ്ങൾ പോയി. ലോകത്ത് ഇസ്രായേൽ വലിയ സ്വീകാര്യത നേടി. ഇസ്രായേൽ ലോകത്ത് വലിയ ശക്തമായ രാജ്യമായി മാറി. ആ രാജ്യത്തിന് നേരെ സുരക്ഷാ പ്രശ്നങ്ങളുമായിട്ട് ഈ കൊച്ചു നാടൻ ബോംബുകളായിട്ട് കയറി ചെന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതാണ് ഒടുവിലത്തെ പാഠം. തീർച്ചയായും ഫലസ്തീൻ ചരിത്രത്തിൽ ഉയർത്തിയ ന്യായമായ കോസ് പോലും ശ്രദ്ധിക്കപ്പെടാത്ത വിധം, ന്യായമെന്ന് വേണമെങ്കിൽ ചരിത്രം നോക്കുമ്പോൾ ശരിയാണ്, ആ 100 കൊല്ലം മുമ്പ് അത് ശരിയാണ്. ആ ശരിയായ രാഷ്ട്രീയത്തെ പോലും തള്ളിക്കളയുന്ന വിധത്തിലുള്ള പതനമാണ്, ദുരന്തമാണ് ഫലസ്തീന് സംഭവിക്കുന്നത്. ഫലസ്തീൻ ഏതാണ്ട് തീർന്നു എന്ന് തോന്നിക്കുന്ന വാർത്തകളാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. അതിൻ്റെ ബാക്കി ഡെവലപ്മെൻറ്റ്സ് വരട്ടെ, നമുക്ക് സംസാരിക്കാം.